അച്ഛനെ അവർക്കൊന്ന് പരിചയപ്പെടണമെന്ന്. ആവേശമുണർത്തുന്ന സംസാരം ഞാൻ കേട്ടു. ആരാ അവര്? ഇവിടെ അടുത്തുള്ളവരാ, മഹിളാ സമാജത്തിന്റെ പ്രവർത്തകരാ. അച്ഛൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോ പരിചയപ്പെടണമെന്ന് വലിയ നിർബന്ധം. മഹേഷ് ടൂർ പോയിരിക്കുന്നുകൊണ്ട് ഇവിടെ ആരും ഇല്ലാത്തതിനാൽ അവൻ പ്രത്യേകം നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നതെന്ന് നീ അവരെ ധരിപ്പിച്ചില്ലേ? നമ്മുടെ കുടുംബകാര്യം തന്നെ അവരെ അറിയിക്കുന്നേ. അല്ലെങ്കിൽ ഞാൻ മരുമോന്റെ വീട്ടിൽ വലിഞ്ഞു കയറി കിടക്കുകയാണെന്നല്ലേ അവര് വിചാരിക്കുക? വിചാരിച്ചാൽ എന്താ? എന്താന്നോ, ഞാനൊരു ഗാന്ധിയനല്ലേ മോളെ. ഒരു ഗാന്ധിയൻ അധികം ദിവസവും ആരുടെയും ഔദാര്യം സ്വീകരിക്കാൻ പാടില്ല എന്ന് മഹാത്മജി നമ്മെ പഠിപ്പിച്ചത് നീ മറന്നോ മോളെ? ആദർശം പറയാണ്ട് ആ തൊപ്പി കൂരി വെച്ചിട്ട് അച്ഛനൊന്ന് അപ്പുറത്തോട്ട് വന്നേ. അപ്പൊ പറഞ്ഞതുപോലെ 12-ാം തീയതിയിലെ കാര്യം മറക്കല്ലേ. വരട്ടെ. എന്താ മഹിളാ മണികൾ പതിവില്ലാതെ ഇവിടെ? പതിവില്ലാത്തതല്ലോ, ഇടയ്ക്കൊക്കെ ഞങ്ങളിവിടെ വരാറുണ്ട്. സാറ് കാണാഞ്ഞിട്ടാ. വരട്ടെ. ഇനി നോക്കണ്ട, മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണത് തന്നെ. ഉലഹന്നാൻ എന്താ പറഞ്ഞത്? ഒന്നുമില്ല, സ്വന്തം വീട്ടിലെ വല കയ്യെത്തി അടിക്കത്തില്ല, സമൂഹത്തിലെ മാറാലെ അടിക്കാൻ ഇറങ്ങിയിരിക്കുക. സമൂഹത്തിലെ മാറാലെ അടിച്ചിട്ട് സൗകര്യമായിട്ട് വീട്ടിലെ മാറാലെ അടിച്ചാ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, സമൂഹം വൃത്തിയായിട്ട് വരുമ്പോഴേക്കും വീട് ഭാർഗവി നിലയം പോലെ ആവില്ലേ മൃദുലയുടെ അച്ഛാ? അതെ അതെ അതെ. താൻ പറഞ്ഞത് അവൾക്ക് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. എങ്ങനെ പറയാതിരിക്കും മഹിയുടെ അമ്മായിയച്ഛാ? ഓരോ വീട് നന്നായ മതി, നാട് താനേ നന്നായിക്കോളും. അതാണല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ വീട് നന്നാക്കാനുള്ള തത്രപ്പാടിലല്ലേ? വളരെ ശരിയാ. തുറന്ന് ചോദിക്കുന്നുണ്ട്, വേറൊന്നും തോന്നരുത്. ഈ മദ്യവർജനം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, സാറിന് എന്ത് കിട്ടും? വെള്ളമടി നടക്കും. മദ്യ വ്യവസായികൾ സംഘടനയ്ക്ക് തരുന്ന സംഭാവന കൊണ്ട് യാത്രാ ചെലവും വെള്ളമടിയും നടക്കും. നാരങ്ങ വെള്ളം. മദ്യവർജന സമിതിക്ക് മദ്യ വ്യവസായികളാണോ സംഭാവന വരുന്നത്? പിന്നല്ലാതെ. ഞങ്ങൾ ഓരോ സമരങ്ങളും ജാഥകളും സംഘടിപ്പിക്കുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ എത്ര തവണയാ മദ്യം മദ്യം എന്ന വാക്ക് ആവർത്തിച്ച് പറയുന്നത്? മദ്യത്തിന് ഇതിൽ പരം ഒരു പബ്ലിസിറ്റി കിട്ടാനുണ്ടോ? ശരിയാ, അതിനവര് സംഭാവന തന്നേ പറ്റൂ. ഇപ്പൊ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. തുറന്നു പറയണം, സാർ ഇതുവരെ ജീവിതത്തിൽ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ലേ? ഒരു തുള്ളി കഴിച്ചാൽ എന്തെങ്കിലും ആവൂടാ കഴുതേ. 1.5 കുപ്പി വരെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ അകത്താക്കിയിട്ടുണ്ട്. മദ്യത്തിനെതിരെ പോരാടാനുള്ള ആവേശം അന്നാണ് എനിക്കുണ്ടായത്. ഉള്ളത് പറഞ്ഞാൽ അന്ന് തോന്നിയ ആവേശം സത്യത്തിൽ എനിക്കിപ്പില്ല. അത് സാർ ഇപ്പൊ കഴിക്കാത്തോണ്ടാ. വല്ലപ്പോഴും 1-2 പെഗ് വീശണം. അനാവശ്യം പുലമ്പരുത്. കുടിച്ചു തുടങ്ങിയാൽ പെഗ്ഗിൽ തീരത്തില്ല, കുപ്പിയിലേ നിൽക്കൂ. ഇന്നത്തെ വിലക്ക് നമ്മളെ കൊണ്ട് അത് താങ്ങാൻ പറ്റുമോ? വാസ്തവം. പുതിയ മിനിസ്റ്റർ വന്നിട്ടും വിലയിൽ കുറവൊന്നും ഇല്ലല്ലോ. പിന്നെ സാർ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കാതിരിക്കാൻ കമ്പനി തരണമെന്ന് പറഞ്ഞിട്ടാ മഹേഷ് പോയത്. അതാ ഞാൻ വന്നത്. എന്ത്? അതെ, നേരെ ഇത്രയല്ലേ ആയുള്ളൂ. ഇപ്പൊ തന്നെ തുടങ്ങണോ? എന്ത്? പകലെങ്കിലും നിരോധനം ഏർപ്പെടുത്താന്ന് വിചാരിച്ചാ അതിനും സമ്മതിക്കില്ല. സോഡ നിർബന്ധം ഉണ്ടാവോ ആവോ? മോളെ 2 ഗ്ലാസ് ഇങ്ങനെ എടുത്തേ. മൃദുലേ, മൃദുലേ. ആഹാ, ചേട്ടൻ വന്നോ? നാളെ വരുന്നല്ലേ പറഞ്ഞത്? എന്താ ഇതവൾ എടുത്തോണ്ട് പോയില്ലേ? പച്ചക്കറിക്കാരി വന്നിട്ട് ഞാൻ സാധനം മേടിച്ചോണ്ടിരുന്നപ്പോഴാ അപ്പുറത്തെ മാലതി ചേച്ചി വന്നത്. അവരുടെ മോനെ എൻട്രൻസിന് കിട്ടിയില്ല, ഇനി ബാംഗ്ലൂര് മറ്റോ കൊണ്ടേ ചേർക്കാൻ പോവാത്രേ. വേറെ എന്തൊക്കെ വിശേഷങ്ങളാ ചേച്ചി പറഞ്ഞത്. അവരുമായിട്ട് വർത്താനം പറഞ്ഞോണ്ടിരുന്ന സമയം പോണത് അറിയേയില്ല. സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാനിത് ഇവിടെ വെച്ചു. ഇപ്പൊ എടുത്തേക്കാം. ദേ, ഇതൊന്ന് എടുത്തോണ്ട് പോയേ. ഞാനിവിടെ വരുമ്പോ ഫാൻ ഫുൾ സ്പീഡിൽ കറങ്ങുക. പച്ചക്കറിക്ക് കാറ്റ് കൊള്ളിക്കണമെന്ന് മാലതി ചേച്ചി പറഞ്ഞു. അയ്യോ, കറണ്ട് വന്നോ? മാലതി ചേച്ചിയായിട്ട് സംസാരിച്ചോണ്ടിരുന്നപ്പോ പോയതാ. ചേച്ചി എന്നെ വിളിച്ചോ? ദേ, ഇതൊക്കെ കൊണ്ട് അടുക്കള വെച്ചേ. ഇവിടെ ഇരുന്ന് ആരെങ്കിലും എടുത്തോണ്ട് പോകത്തില്ലേ?
ഇതേതാ ഈ പുതിയ സാധനം? മറ്റവളെ ഞാനങ്ങ് പറഞ്ഞു വിട്ടു. ഒരു വൃത്തി മെനയില്ലെന്നേ. ഇവിടെ കുഴപ്പമില്ല. മഹിളാ സമാജത്തിലെ രേണു ചേച്ചി ഏർപ്പാടാക്കി തന്നതാ. ഞാൻ പോയ ദിവസങ്ങളിലെ മുഴുവൻ പത്രം ഇതിന് പുറത്തുണ്ടല്ലോ. വന്ന ഉടനെ ഞാൻ അവളോട് പറഞ്ഞതാ ചേട്ടനതൊന്നും ഇഷ്ടമല്ലെന്ന്. ഇതുങ്ങളൊക്കെ ഒരു വഴിയാണെന്നേ. ആ, വന്ന കാലം നിൽക്കാതെ ചേട്ടൻ ഡ്രസ്സ് മാറാൻ നോക്ക്. മൃദുലേ, ഓ വരുന്നു. അവിടെ എന്താണോ സ്ഥാനം തെറ്റി കിടക്കുന്നത്? ഒരു സാധനം എടുത്ത് വെച്ചിട്ട് കാണില്ല. എന്താ നോക്കുന്നത്? ചീപ്പ് എന്തി? അതവിടെങ്ങാനും കാണും. കാണുന്നില്ലല്ലോ, അതല്ലേ ചോദിച്ചത്. എന്തിനാ ഇപ്പൊ മുടി ചെയ്യുന്നത്? എങ്ങോട്ടെങ്കിലും പോണോ? എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ മാത്രമേ ചീകാവുന്നുണ്ടോ? ചേടാ, ഞാൻ ചീവിട്ട് ഇവിടെ വെച്ചതാണല്ലോ. എന്നിട്ട് എവിടെ? ഒരു സാധനം എടുത്ത് വെക്കണം നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളല്ലേ. നോക്കി എടുക്കാന്നേ. അച്ഛൻ താഴെ കാത്തിരിക്കുക. വാ, ഊണ് കഴിക്കാം. ചീപ്പ് ഇവിടെ ഇരിക്കുന്നു. ഇതെങ്ങനെ ഇവിടെ വന്നു? മാനത്തുനിന്ന് പറന്നു വന്ന് വീണു. എന്നോടാണ് ചോദിക്കുന്നത്? ഓ, ഞാൻ ബെഡ്റൂമിൽ മുടി ചെയ്യിക്കൊണ്ടിരുന്നപ്പോഴേ താഴെ കോളിംഗ് ബെല്ല് കേട്ടു. ആരാന്ന് നോക്കാൻ വന്ന വഴിക്ക് ഇവിടെ വെച്ചതാ. അത് പിരിവുകാരായിരുന്നു. ഇതിൽ അപ്പടി മുടിയാണല്ലോ. ചീപ്പില് മുടിയല്ലാതെ പിന്നെ മുല്ലപ്പൂ കാണുവോ? ഈ ചേട്ടന്റെ ഒരു കാര്യം. അച്ഛാ, കൈ കഴുകിക്കോളൂ. ഇണക്കവും പിണക്കവും ഒക്കെ മഹാത്മജിയുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ മഹാത്മജിയുടെ സുഹൃത്തുക്കൾ ഉപയോഗിച്ചിരുന്ന ടോയ്ലറ്റ് വൃത്തിയാക്കാൻ കസ്തൂർബയോട് പറഞ്ഞപ്പോ അവര് വിസമ്മതിച്ചു. അദ്ദേഹം എന്താ ചെയ്തേ? സ്വയം ചൂലും ബക്കറ്റും എടുത്ത് ആ മാലിന്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി. ഇവിടെ മാലിന്യം ചിലരുടെയൊക്കെ മനസ്സിലാ. ഉവ്വോ, മനസ്സ് വൃത്തികേടായാലേ ശരിയാക്കാൻ കൂട്ടുകാരനുണ്ടല്ലോ, ഡോക്ടർ ഗോൺസാൽവസ്. ഉവ്വോ. ഉവ്. അപ്പൊ അതോർത്ത് വിഷമിക്കണ്ട, ചേട്ടൻ കഴിക്കി. എന്തും ക്ലീൻ ചെയ്യാൻ ഇക്കാലത്ത് ആളെ കിട്ടും. പക്ഷേ വൃത്തികേടാവാതെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. വേറൊന്നുമില്ലേ? എന്താ ഇതൊന്നും പോരെ? ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അച്ഛൻ ഇതൊക്കെ ഇഷ്ട. അച്ഛനും ഇഷ്ടമുള്ളത് മരുമോനും ഇഷ്ടമല്ല, മരുമോനും ഇഷ്ടമുള്ളത് അച്ഛനും ഇഷ്ടമല്ല. ഇവിടെ രണ്ടടുക്കള വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നേ. അതൊരു ബുദ്ധിമുട്ടാവില്ലേ മോളെ? ആർക്ക് ബുദ്ധിമുട്ട്? ഇവിടെ നിൽക്കുന്ന ജോലിക്കാരിക്ക്. അല്ലാതെ എന്റെ ഭാര്യ കൈയനങ്ങി ഒരു പാത്രം എടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പിന്നെ ഞാനൊന്നും ചെയ്യാതിരിക്കല്ലേ? എന്നിട്ട് ഞാനൊന്നും കാണുന്നില്ലല്ലോ. ഓ, കാണുന്നില്ലെങ്കിലേ അത് കണക്കിൽ എഴുതിയാ മതി. നിന്റെ ഉള്ളത് പറയുമ്പോ പിണങ്ങിയിട്ട് കാര്യമില്ല. അലമാരി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഇതിന്നൊരു തുണി എടുക്കാൻ പറ്റുമോ? നിനക്ക് ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ചൂടെ എന്റെ മുതലേ? എന്ത് ചെയ്താലും കണക്കിലില്ലല്ലോ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മാറിയിരുന്നു വെച്ച് എന്താ കുഴപ്പം? കൃത്യമായിട്ട് അടുക്കി പെറുക്കി വെക്കാൻ ഇത് ജൗളിക്കടയൊന്നും അല്ലല്ലോ. അച്ചടക്കമില്ലാതെ വളർന്നവർക്ക് അങ്ങനെ തോന്നും. സ്കെയില് വെച്ച് അളന്ന് കുറച്ച് മാറി ജീവിക്കാൻ എനിക്ക് വയ്യ. വരച്ചു വെക്കുന്ന പോലെ അതേ മെഷർമെന്റ് തന്നെ കെട്ടിടം കെട്ടണമെന്ന് ജോലിക്കാരോട് പറയാം. പക്ഷെ ലൈഫ് അങ്ങനെ വേണമെന്ന് ശാഠ്യം പിടിക്കരുത്. പിന്നെ ലൈഫ് എങ്ങനെ വേണമെന്ന് നീ പറയുന്നത്? അതതിന്റെ വഴിക്ക് അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കണം. പോണത് പെരുവഴിയിലേക്കാണെങ്കിലോ? അതാണ് വിധിയെന്ന് കരുതണം. മനുഷ്യന്റെ തെറ്റുകളും കഴിവില്ലായ്മകളും വിധിയുടെ പുറത്ത് കെട്ടിവെച്ച് പിന്മാറാൻ എന്നെ കിട്ടില്ല. എന്റെ ജീവിതം ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ ആകും. എന്നാലും എനിക്കൊന്ന് കാണണമല്ലോ. കാണാം. നിങ്ങൾ നിങ്ങളെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ ആരാണ്, എന്റെ വ്യക്തിത്വം എന്താണ്, ഇതൊക്കെ ഒരിക്കലെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തിനൊരു കുറ്റപ്പെടുത്തല്? കേട്ട് കേട്ട് എനിക്ക് മടുത്തു. ഓ, ഒരു വീടായി കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ചില കടമകളൊക്കെ ഉണ്ട്. അത് നീ മറക്കുന്നു. ഭാര്യയുടെ ഏത് കടമയും ഞാൻ ചെയ്യാത്തത്? ഫർണിച്ചർ സ്ഥാനം തെറ്റാതെ സൂക്ഷിക്കുന്നതാണോ ഭാര്യയുടെ കടമ? അതോ അന്നത്തെ പത്രം എടുത്ത് മാറ്റുന്നതോ? അതോ ടിവിയിലെ പൊടി തുടയ്ക്കുന്നതോ? അതും ഒരു ഭാര്യയുടെ കടമപ്പെടും. സ്വന്തം വീടിനെയും ഭർത്താവിനെയും ഒരുപോലെ വൃത്തിയായി സൂക്ഷിക്കുന്നവളാണ് ഭാര്യ. എന്നാലേ അങ്ങനെ ഒരുത്തി എവിടെന്നെങ്കിലും കൊണ്ടുപോവാ. എനിക്ക് വീട്ടു ജോലിക്ക് നിന്ന് ശീലമില്ല. പിന്നെ നീ എന്തോന്നിനാടി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഈ സപ്രപഞ്ചത്തിൽ കയറി കിടക്കാനോ? ആര് പറഞ്ഞു ഇവിടെ കിടക്കണമെന്ന്? എനിക്ക് താഴെ കിടന്നാലും ഉറക്കം വരും. മൃദുലേ,